81 ദിവസമായി കേരളത്തിലെ ആശാ വർക്കേഴ്സ് സെക്രട്ടറിന് മുമ്പിൽ നടത്തി വരുന്ന സമരത്തെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിൽ അവർ രാപ്പകൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് 50-ാം ദിനത്തിൽ അവർ തുടങ്ങിയ നിരാഹാര സമരം ഇന്ന് മെയ് 1 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിപ്പിച്ചു. നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് ഇളനീർ നൽകി നിരാഹാര സമരം അവസാനിപ്പിച്ചു. മെയ് 5-ാം തീയതി തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മെയ് 5 മുതൽ ജൂൺ 17 വരെ നടക്കുന്ന ജാഥയോടനുബന്ധിച്ചാണ് ഈ സമരം താൽക്കാലികമായിട്ട് നിർത്തേണ്ടി വന്നത്. ഇതിനിടയ്ക്ക് തൃശ്ശൂര് സമരം നടത്തുന്ന ആശാ വോളണ്ടിയർമാർക്ക് ധനസഹായം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീമതി മല്ലിക സാരാഭായി പിന്തുണ പ്രഖ്യാപിച്ച് ഓൺലൈനായിട്ട് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ അവരെ ഈ സമരത്തിൽ നിന്ന് വിലക്കുകയും അവരെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്ത് തുടരുന്നത് വിലക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായതായിട്ട് അവർ പറയുന്നു. അവരുടെ പ്രസ്താവനയിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതകാലത്തിൽ ആദ്യമായിട്ട് അവർ എന്തിനും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ സ്പേസ് സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളിൽ ഒരാളായിരുന്ന വിക്രം സാരാഭായിയുടെ മകളാണ് ശ്രീമതി മല്ലിക സാരാഭായി. അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരുടെ അഭിപ്രായം വിലക്കാൻ വേണ്ടിയിട്ട് ചില സഹാക്കള് മുന്നോട്ട് വന്നു. അതിനെ അവർ ശക്തമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ അപലപിച്ചിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി തന്ന് തന്നെ നിശബ്ദമാക്കുന്നത് ശരിയല്ല എന്ന് അവർ വളരെ തുറന്നടിച്ചു. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെല്ലാം നിശബ്ദരായി. നമുക്കറിയാം, കേരളത്തിലെ പത്രപ്രവർത്തകരിലും ബുദ്ധിജീവികളിലും മിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. എന്ന് അറിയപ്പെടുന്നത് മാർക്സിസ്റ്റ്, ഇസ്ലാമിസ്റ്റ് ആൻഡ് നക്സലൈറ്റുകളാണ്. ഈ ഗ്രൂപ്പുകളാണ് ഇന്ത്യയുടെ പുരോഗമനത്തെ പുറകോട്ടടിച്ച് ഇന്ത്യയെ 47 കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു പിന്തുണ ശക്തമായ ഒരു എതിർപ്പ് ആശാ വർക്കേഴ്സ് അവരുടെ സമരത്തിന്റെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചാണ് അവർ 81 ദിവസം സമരം ചെയ്തത്. ഇപ്പോഴും അവർ സമരം തുടർന്നു. അവരുടെ ജീവിതമാർഗം മുട്ടുന്ന നിലയ്ക്കാണ് അവർ ഈ സമരത്തിലോട്ട് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളുമായി വിവിധ ട്രേഡ് യൂണിയനുകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് അവർ എത്തിയായിരുന്നു. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് നിരാഹാര സമരം അവർ അവസാനിപ്പിച്ചത്. നന്ദി, നമസ്കാരം.